ഒരു പിടിവള്ളി കിട്ടിയതാണേ. വായു ഭഗവാനെ. ഡ്രൈവർ മുരളി ഇങ്ങോട്ട് വന്നോ? മുതലാളി പുറത്തു വന്നിക്കുക. അവനെവിടെ എങ്ങും കാണുന്നില്ല. ഡ്രൈവർ അങ്ങനെ ഇവിടെ കാണുന്നത്? കടവുളെ, സാറെന്തോ അത്യാവശ്യത്തിന് പോകാൻ നിൽക്കുകയാണല്ലോ. അവനെ വിട്ട് കാണാനും ഇല്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ മുതലാളിയോട് വല്ല ബസ്സിലും കയറി പോകാൻ പറ. മൂന്ന് ഡ്രൈവർമാരുള്ള വീടാണ്. ഒരു ആവശ്യം വരുമ്പോൾ ഒരുത്തരമില്ല. എല്ലാത്തിനും ഞാൻ ചവിട്ടി പുറത്താക്കും. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇവിടെ നീ ഡ്രൈവിംഗ് പഠിച്ചവനല്ലേ? അല്ലേന്ന് ഉണരൂ വേഗം. ഇതാ ഞാൻ നിനക്കൊരവസരം കൂടി തരുന്നു. ചെല്ല്. ഞാൻ ഡ്രൈവ് ചെയ്യാം സാർ. ആ കീഞ്ഞ് തരും. നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. മിടുക്കനവൻ. അടിസ്ഥാന വർഗം ഒരിക്കലും ബൂർഷ്വ മുതലാളിത്വത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമില്ല. സമരം തുടരും. സമാധാനപരമായ സമീപനം ഞങ്ങൾ ഉപേക്ഷിക്കും. മെയിൻ ഗേറ്റ് പിക്കറ്റിംഗ് നടത്തും. ഈ സമരം ഒഴിവാക്കാനാണ് നേതാക്കന്മാരെ നിങ്ങളെ വിളിപ്പിച്ചത്. ഒരു മാസത്തെ ശമ്പളം ബോണസായി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു മാസത്തെ ശമ്പളം ബോണസായി നൽകുമ്പോൾ കമ്പനി വഹിക്കേണ്ടി വരുന്ന ഭാരിച്ച കടബാധ്യതയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഈ ചർച്ച അലസി പിരിഞ്ഞിരിക്കുന്നു. വാടോ. എങ്ങനെയെങ്കിലും സമരം തീർക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. എന്താ ചെയ്യാ സാർ? ആലോചിച്ചാൽ നമുക്കിത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. നിലവിലുള്ള ബോണസ് അമൗണ്ടിനേക്കാൾ എത്ര കൂടുതലാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് കൃഷ്ണൻകുട്ടിക്ക് അറിയാമോ? അറിയാം സാർ. നമുക്കാകെയുള്ള കമ്പനി വരുമാനം 1.25 കോടി രൂപ. റോ മെറ്റീരിയലും ലേബർ ചാർജും അടക്കം നമ്മൾ മുടക്കുന്ന 40% മുതലിന് കിട്ടുന്ന ലാഭത്തിന്റെ 20% ബോണസായി കൊടുക്കാമെന്ന് പറയുമ്പോൾ യൂണിയൻകാർ എതിർക്കുന്നു. അവർ ഒരു മാസത്തെ ശമ്പളം ബോണസായി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക് സാർ. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? സാർ, നമ്മുടെ ബോണസ് വിതരണ മാസം ഒന്ന് ചേഞ്ച് ചെയ്യണം. മാർച്ച് എന്നുള്ളത് ഫെബ്രുവരി ആക്കി മാറ്റണം. മാസം മാറിയെന്ന് കരുതി പണം നഷ്ടമാവേണ്ടിരിക്കുമോ? ഇരിക്കും സാർ. 20% ബോണസിനേക്കാൾ താഴെയാണ് 28 ദിവസമുള്ള ഫെബ്രുവരി മാസത്തിലെ ശമ്പളത്തുക. അതൊരു നല്ല പോയിന്റാണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്താണ് സാർ. കഴിഞ്ഞ 3 വർഷത്തെ നമ്മുടെ ലാഭവിഹിതം 17% വരേണ്ടതാണ്. പക്ഷേ അത് 16.04% മാത്രമേ ഉള്ളൂ. ആരാണ് സാർ ഇതിന് ഉത്തരവാദി? നമ്മുടെ ലേബേഴ്സ് തന്നെയാണ് സാർ. ജപ്പാനിലോ ജനകീയ ചൈനയിലോ ഇത് സംഭവിക്കുന്നില്ല. കാരണം അവിടുത്തെ തൊഴിലാളികൾക്ക് വർഗബോധമുണ്ട് സാർ. യു ആർ കറക്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. கனகம், என்ன இது? நான் தூங்க போறேன். என்ன தங்கம் இது? അരുതരുത്. ഞാൻ ഇന്നു മുതൽ വ്രതത്തിലാ. അപ്പൊ ഇന്നലെയോ? ഇന്നലെ ഷഷ്ടി വ്രതം. മിനിഞ്ഞാന്നോ? മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച വ്രതം. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച ഷഷ്ടി വ്രതം, ബുധനാഴ്ച ഏകാദശി വ്രതം. ആഴ്ചയിൽ 7 ദിവസം നീ ഇങ്ങനെ വ്രതം നോക്കിയാൽ ഞാൻ സന്യസിക്കാൻ നിവൃത്തിയുള്ളൂ. വെള്ളിയാഴ്ചത്തെ ഉപവാസം ബുധനാഴ്ചയും കൂടി നോക്കണമെന്നാ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നേ. ആര് പറഞ്ഞു? കൃഷ്ണൻകുട്ടി. ആ, അത് പറയാൻ മറന്നുട്ടോ. എന്റെ ജനനത്തീയതിയും ജനന സമയം കൂടി പറഞ്ഞു കൊടുത്തപ്പോ കൃഷ്ണൻകുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്റെ 3.5 വയസ്സ് മുതല് ഇന്നലെ വരെ നടന്നിട്ടുള്ള കാര്യങ്ങള്. അയ്യോ, അത് ഞാൻ പറയുന്നതല്ല സാർ. പിന്നെ ശാസ്ത്രം. ശാസ്ത്രിയോ? അതാര്? ശാസ്ത്രിയല്ല, ശാസ്ത്രം, ജ്യോതിഷ ശാസ്ത്രം. ആ, എങ്കിൽ ആ ശാസ്ത്രം എന്ത് പറയുന്നു നോക്ക്. 4 14 14 4 പോയ 10. അത്തൻ ചിത്ര ചോദ്യം. ജനനം വ്യാഴത്തിലായിരുന്നല്ലേ? വ്യാഴത്തിലോ? വ്യാഴം ഉച്ചസ്ഥായി. വ്യാഴനിൽ ജനിച്ച പുരുഷൻ വാഴ്ത്തപ്പെടുന്നവൻ. 4 ആള് കൂടുന്നിടത്ത് നാട്ടാരാൽ മാനിക്കപ്പെടുന്നവൻ. ഒന്ന് വിചാരിച്ചാൽ മറ്റൊന്ന് ചെയ്യും. ചെയ്യുന്നതോ നല്ല മനസ്സോടെ. ശത്രുക്കളുണ്ട്, സൂക്ഷിക്കണം. ഒഴുക്കുനീരിൽ തടകെട്ടും പോലെ, കൊടുങ്കാറ്റിനെ മാമരം തടുക്കും പോലെ ഗ്രഹദോഷാദികളെ തടുത്തു നിർത്തുന്ന കളത്രഭാവമാണ് സാറിന്റെ ഭാര്യ. ആ ഭവതിയുടെ ലഗ്നാധിപൻ ശുക്രാധിപത്യത്തിലാണ്. മനസ്സിൽ തോന്നുന്നു പറയുകയും പറയുന്ന എന്തെന്ന് കേൾക്കുകയും ചെയ്യുന്ന ഈ ചേച്ചി ഒരു മനുഷ്യശ്രീയേ അല്ല, മുനികന്യക രത്നമാണ്. ലഗ്നാധിപനിൽ ശുക്രനും ശുക്രനിൽ വ്യാഴവുമുള്ള സാറും ഒരു ഈശ്വരാവതാര തുല്യനാണ്. പക്ഷെ സൂക്ഷിക്കണം. ഇപ്പൊ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുത്തോളൂ. ഭവതി തിരിച്ചുമാകാം. പിന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെച്ചോളൂ. 7-ാം വയസ്സിൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ 7-ാം പദത്തിൽ ശനിയുടെ അപകാരം അത് രക്ഷപ്പെടുത്തും. പട്ടി കടിച്ചിട്ടുണ്ടല്ലേ?
പൂച്ച കടിച്ചു. ജ്യോതിശാസ്ത്ര പ്രകാരം പട്ടി എന്നർത്ഥമാക്കുന്നത് നീച ജന്മാക്രമണത്തെയാണ്. പൂച്ചയാകാം, പശുവാകാം, കാകനോ കഴുകനോ ആകാം, സാർ അറിയാതെയാകാം, ഉറക്കത്തിനുമാകാം. ചിരിച്ചു കാണിക്കുന്ന മനുഷ്യനെ വിശ്വസിക്കുന്ന സാറിന് ഇനി നല്ല കാലമാണ്. വെച്ചടി വെച്ചടി വെച്ച് കയറ്റമാണ്. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു കൃഷ്ണൻകുട്ടി? അതൊരു പാരമ്പര്യമാണ്. എന്റെ അമ്മാവനെ അറിയില്ലേ? ഇല്ല. ജ്യോതിഷ മഹാരത്നം കല്ലിങ്കൽ രാമൻകുട്ടി പൊതുവാൾ. കൃഷ്ണൻകുട്ടി നായരാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ നായരാ, പക്ഷെ അമ്മാവൻ പൊതുവാളാ. അമ്മാവനിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. വൈദ്യം, നീതിസാരം, തർക്കശാസ്ത്രം, തച്ചുശാസ്ത്രം എന്ന് മാത്രമല്ല, ആൾക്കാരുടെ മുഖം നോക്കി അവരുടെ മനസ്സ് ഞാൻ വായിക്കും. നാട്ടിലെ പല പ്രമാദമായ കേസുകളും ഞാനാണ് തെളിയിച്ചിട്ടുള്ളത്. പോകെ പോകെ എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. കൃഷ്ണൻകുട്ടി ഒരു കാര്യം ഞാൻ കാണിച്ചു. മോളെന്താ വരയ്ക്കുന്നത്? ഇത് മുത്തിന്റെ വീട്. ആ, മുത്തുന്റെ വീടാണോ ഇതോ? മുത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള പുഴ. അപ്പൊ ഇതോ? ഇത് മുത്തിന്റെ നിറയെ പൂക്കളുള്ള മരം. അതുപോട്ടെ, മുത്തിന്റെ വീട് മാമനൊന്ന് കാണട്ടെ. വേനൽക്കൂടിനുള്ളിൽ നീറിപ്പൊള്ളും നേരം ചാരത്താരെ പീലിത്തൂവൽ വീശുന്നു. നോവും നെഞ്ചിൻ ചിപ്പിക്കുള്ളിൽ കണ്ണീർ മുത്തായി കാവൽ നിൽക്കലോലമായി തലോടുന്നു. ഒരു സാന്ത്വനമായി, ഒരു സൗഹൃദമായി കാണ കണ്ണീർ പാടം താണ്ടി കാറ്റിൻ തേരിൽ പാറിപ്പോകെ നെടുകയിൽ മുകരുന്നു. വേനൽക്കൂടിനുള്ളിൽ നീറിപ്പൊള്ളും നേരം ചാരത്താരെ പീലിത്തൂവൽ വീശുന്നു. നോവും നെഞ്ചിൻ ചിപ്പിക്കുള്ളിൽ കണ്ണീർ മുത്തായി കാവൽ നിൽക്കലോലമായി തലോടുന്നു. കുഞ്ഞിക്കുളിർ മഴയായി ഇരുൾ മുറിയിൽ തങ്കത്തെളി വിളക്കായി നീ വരും നേരം. ഇളവെയിലിൽ കുഞ്ഞിക്കുളിർ മഴയായി ഇരുൾ മുറിയിൽ തങ്കത്തെളി വിളക്കായി നീ വരും നേരം. പകർന്നേകിടാം കരൾ തുമ്പിലെ പനി തുള്ളിയാം സ്നേഹം, നിറം വാർന്നൊരേ സ്നേഹം. വേനൽക്കൂടിനുള്ളിൽ നീറിപ്പൊള്ളും നേരം ചാരത്താരെ പീലിത്തൂവൽ വീശുന്നു. നോവും നെഞ്ചിൻ ചിപ്പിക്കുള്ളിൽ കണ്ണീർ മുത്തായി കാവൽ നിൽക്കലോലമായി തലോടുന്നു. ലാലലാലാ നോക്കി കൃഷ്ണൻകുട്ടി ചേട്ടാ, എന്തൊരു ഉറക്കം ഇത്? ഇന്ന് പത്രം എടുക്കാൻ പോകണ്ടായോ? രാത്രി സിനിമയ്ക്ക് പോയല്ലേ? കൂട്ടുകൂടിയുള്ള ചുറ്റിക്കളി കുറച്ച് കൂടുന്നുണ്ട് ഈയിടെ. കൃഷ്ണൻകുട്ടി ചേട്ടാ, ചേട്ടാ മാമ, മാമന് എന്നാ പറ്റി? മാമനൊന്നും പറ്റില്ല.